4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന കോട്ടയായതുകൊണ്ട് തന്നെ ഒരു ചെറിയ പാലമുണ്ട്. ആ പാലം കടന്നു വേണം നമ്മൾ കോട്ടയ്ക്കകത്ത് പ്രവേശിക്കുവാൻ. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള കോട്ടയാണെങ്കിൽ കൂടി നല്ല വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. 1766 മൈസൂറിലെ രാജാവ് ഹൈദരലിയാണ് ഈ കോട്ട പണി കഴിപ്പിച്ചത്. പ്രധാന കവാടത്തോട് ചേർന്ന് ഒരു ഹനുമാൻ ക്ഷേത്രവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 1766 മൈസൂറിലെ രാജാവ് ഹൈദരലി പണി കഴിപ്പിച്ച കോട്ട പിന്നീട് 1790 ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുകയും പരിഷ്കരിക്കുകയും ചെയ്തു. ടിപ്പു സുൽത്താന്റെ പിതാവ് കൂടിയാണ് മൈസൂറിലെ രാജാവ് ഹൈദരാലി. മൈസൂറിലെ ഭരണാധികാരിയും 18ാം ശതകത്തിന്റെ മധ്യത്തിൽ ദക്ഷിണേന്ത്യയിലെ യുദ്ധങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു സൈന്യാധിപനുമായിരുന്നു ഹൈദരാലി. ഇപ്പോൾ ഈ കോട്ടയുടെ പൂർണ്ണ അധികാരം എന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. 1757 പാലക്കാട് രാജാവായിരുന്ന കോമിയച്ചൻ കോഴിക്കോട്ട് സാമൂതിരി രാജാവിന്റെ അക്രമ ഭീഷണിയെ ചെറുക്കാൻ മൈസൂർ രാജാവായിരുന്ന ഹൈദരലിയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സംഘം ആളുകളെ അയച്ചു. ഹൈദരലി ഈ അവസരം ഉപയോഗിച്ച് തന്ത്രപ്രധാനമായ പാലക്കാട്